So next question is, design a rectangular column of group B timber to be used in an open shed to carry an axial load of 550 kilonewton. Effective length of column is 3 meter. So ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കുലർ കോളം ഡിസൈൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഗ്രൂപ്പ് ബി ആണ് തന്നിരിക്കുന്ന ടിമ്പറിൻ്റെ ഗ്രൂപ്പ് ബി ആൻഡ് ഓപ്പൺ ഷെഡിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പൺ ഷെഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഔട്ട്സൈഡ് ലൊക്കേഷൻ ആണ്. സോ ഔട്ട്സൈഡ് ലൊക്കേഷൻ ആൻഡ് ടു ക്യാരി ആൻ ആക്സിയൽ ലോഡ് ഓഫ് 550 kilonewton. ഓക്കെ, സോ ലോഡ് ഇസ് 550 kilonewton. ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളത്തിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് 3 meter. സോ ഗിവൺ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. ഗ്രൂപ്പ് ബി, ദെൻ ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഷോർട്ട് കോളം ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ അസ്യൂം ഷോർട്ട് കോളം, എന്നിട്ട് S/D റേഷ്യോ 11നേക്കാളും ലെസ് ആണോ എന്ന്, അങ്ങനെയാണ് അസംഷൻ. ഓക്കെ, ഈ ഒരു അസംഷനിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഡിയുടെ വാല്യൂ അറിഞ്ഞുകൂടാം. സോ ഇവിടെ ഇഫക്റ്റീവ് ലെങ്ത് അറിയാം, 11 S/D റേഷ്യോ 11 ആണെന്ന് പറയാം. ഓക്കെ, സോ എസ് ആൻഡ് 11 നോൺ, അപ്പോൾ അൺനോൺ ആയിട്ട് ഇവിടെ ഉള്ളത് ഡി ആണ്. ഇവിടെ നിന്ന് ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ S/11 ലെസ് ദാൻ ഡി. എസ് effective length 3 into 10 raised to 3 divided by 11. So D shall be greater than 272.7 എന്ന് കിട്ടും, per roughly 275. ഓക്കെ, സോ D വാല്യൂ നമുക്ക് 275 mm എന്ന് എഴുതാം. ലീസ്റ്റ് ലാറ്ററൽ ഡയ. സോ D വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് B വാല്യൂ കൂടെ വേണം. ഓക്കെ, B ആൻഡ് D വാല്യൂ കിട്ടിയാലാണ് കോളം ഡിസൈൻ ആകുന്നത്. അപ്പം ഡി വാല്യൂ കിട്ടി, ഇനി ബി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, സോ വി ഹാവ് ടു ഫൈൻഡ് ഏരിയ. ഏരിയ ഇസ് ലോഡ് ബൈ സ്ട്രെസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഏരിയ ആണ് ബി ഇൻറ്റു ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 550 ആൻഡ് നമുക്കിനി സ്ട്രെസ് FC വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ എ ഷോർട്ട് കോളം FC വാല്യൂ ഇസ് ഈക്വൽ ടു FCP വാല്യൂ തന്നെയാണ് FC വാല്യൂ. ആൻഡ് വാട്ട് ഇസ് FCP വാല്യൂ? FCP എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗിവൺ പേജ് 10ൽ നിന്ന് FC വാല്യൂ. ഓക്കെ, FCP വാല്യൂ നമുക്ക് കിട്ടും. FCP വാല്യൂ ഇസ് 7.8 എന്നാണ് ഗ്രൂപ്പ് ബിയിൽ 7.8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസൈഡ് ലൊക്കേഷൻ്റെയാണ് 7.8. ഔട്ട്സൈഡ് ലൊക്കേഷൻ വേണമെങ്കിൽ 5/6 മൾട്ടിപ്ലൈ ചെയ്യണം. അത് ആ ടേബിളിൽ തന്നെ, ടേബിളിൻ്റെ ബോട്ടത്തിൽ ഒരു നോട്ടായിട്ട് തന്നിട്ടുണ്ട്. സോ ഇൻസൈഡ് വാല്യൂൻ്റെ കൂടെ 5/6 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഔട്ട്സൈഡ് ലൊക്കേഷൻ കിട്ടാനായിട്ട്. ഓക്കെ, സോ 6.5 Newton/mm² എന്ന് കിട്ടും. അതാണ് FC വാല്യൂ. സോ ഇത് FCP ആണ്. FCP ഹിയർ ഓൾസോ FCP. So FCP is equal to 7.8 into 5/6, 6.5, and FC is equal to FCP is equal to 6.5 Newton/mm². So load by area ചെയ്യുക. load 550 kilonewton and stress is 6/5. So area നമുക്ക് B into D കിട്ടും. ഓക്കെ, ഇവിടുന്ന് D വാല്യൂ അറിയാം 275 ആണ്. അങ്ങനെയാണെങ്കിൽ B വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. B വാല്യൂ 310 എന്ന് കിട്ടും. ഓക്കെ, സോ B is 310 and D is 275. So this is the least lateral dia and this is B value width. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഈ ചെക്ക് ഏത് ഡിസൈനിലാണെങ്കിലും കോളത്തിൻ്റെ ഡിസൈനിലൊക്കെ ഈ ഒരു ചെക്ക് ചെയ്യണം. അതായത് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കോളം.
ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എഫ് സി ഇൻറ്റു ഏരിയയാണ്. ഓക്കെ, എഫ് സി ഇൻറ്റു നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കിട്ടിയ ഈ ഒരു ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 6.5 ഇൻറ്റു ബി ഇൻറ്റു ഡി, ഇറ്റ് ഈസ് ഏരിയ. ഓക്കെ, സോ 554 എന്ന് കിട്ടും. അതായത് തന്നിരിക്കുന്ന ആക്സിയൽ ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഡിസൈൻ സേഫാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അസ്യൂം ചെയ്യുക, ഷോർട്ട് കോളം ആണെന്ന് തന്നെ അസ്യൂം ചെയ്ത് ചെയ്യുക. ഓക്കെ, ആൻഡ് എന്നിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ബി ഇൻറ്റു ഡി. സോ ബി വാല്യൂ ഡി വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് ലോഡിലാണെങ്കിലും നിങ്ങൾ ഷോർട്ട് കോളം എന്ന രീതിയിൽ അസ്യൂം ചെയ്തിട്ട് ഡിസൈൻ ചെയ്താൽ മതി. ഓക്കെ, സോ അത് ഒരു ഹോംവർക്ക് ഉണ്ട്. ഡിസൈൻ എ കോളം വിച്ച് ക്യാരീസ് an axial load of 1500 kilonewton. Effective length of column is 3.5 meter. Use Bakul wood. So Bakul woodന്റെ പേജ് 4 തന്നിട്ടുണ്ട് അതിൻ്റെ FCP വാല്യൂ. ഓക്കെ, FCP വാല്യൂ ഇസ് 11 Newton/mm². സോ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യുക. നെക്സ്റ്റ് ഇസ് ബിൽട്ടപ്പ് കോളത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ബിൽട്ടപ്പ് കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കോഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ബിൽട്ടപ്പ് കോളത്തിനെ പറ്റിയിട്ട് തന്നിരിക്കുന്നതെന്ന് നോക്കാം. സോ ദിസ് ഈസ് ദ ബിൽട്ടപ്പ് കോളം ഓർ ബോക്സ് കോളം, പേജ് 14 തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഷോർട്ട്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ലോങ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് കോളം എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ, ഇഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ 8 ഇറ്റ് ഈസ് ഷോർട്ട് കോളം. ഓക്കെ, ആൻഡ് ഇഫ് ദിസ് വാല്യൂ ഇസ് ബിറ്റ്വീൻ 8 ആൻഡ് K9 then it is intermediate column, and if this value is greater than K9 it is long column. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ എന്താണെന്ന് നോക്കാം ആദ്യം. ഓക്കെ, പിന്നെ വേറെ കാര്യം ഷോർട്ട് കോളത്തിൽ, അപ്പോൾ ഈ ഒരു വാല്യൂ ഏതാണെന്ന് നമുക്കിപ്പോൾ അത് ഫിഗർ വെച്ചിട്ടും അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് അപ്പം ഇത് വെച്ച് നമുക്ക് ഷോർട്ട് കോളം ആണോ ലോങ് കോളം ആണോ ഇൻ്റർമീഡിയറ്റ് കോളം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് എഫ് സി വാല്യൂ എന്ന് വെച്ചാൽ എഫ് സി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എഫ് സി പി. ഓക്കെ, ഈ ക്യൂ എന്ന് പറഞ്ഞ ടേം, അപ്പോൾ അത് ഓരോന്നിനും ഉണ്ട്. ഷോർട്ട് കോളം ദെൻ ഇൻ്റർമീഡിയറ്റ് കോളത്തിനാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അതായത് ക്യൂ ഇൻറ്റു എഫ് സി പി ഇൻറ്റു 1 - 1/3 S/K9 √d1² + d2² the whole raised to 4. അതുപോലെ ലോങ് കോളത്തിനാണെങ്കിൽ 0.329 UE by S divided by √d1² + d2² the whole square. ഓക്കെ, അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള രണ്ട് ടേംസാണ് ക്യൂവും യുവും, ക്യാപിറ്റൽ യു ആൻഡ് സ്മോൾ ക്യൂ. ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ് അനുസരിച്ച്, പ്ലാങ്കിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് ടിമ്പർ പ്ലാങ്ക് ആണ് യൂസ് ചെയ്യുന്നത്, ആ പ്ലാങ്കിൻ്റെ തിക്നെസ്. ഇപ്പോൾ തിക്നെസ് രണ്ട് തിക്നെസ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറ്. ഒന്ന് 25 mm വേറൊന്ന് 50 mm. ഈ രണ്ട് തിക്നെസ്സിൽ പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ 25 mm ആണെങ്കിൽ യു വാല്യൂ 0.8 ക്യൂ വാല്യൂ 1 ആണ്. ഓക്കെ, അതുപോലെ 50 mm തിക്നെസ്സിൻ്റെ പ്ലാങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.6 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് പ്ലാങ്കിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് യു വാല്യൂ ക്യൂ വാല്യൂ കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബിൽട്ടപ്പ് കോളത്തിൽ ഉള്ളത്. അഗെയിൻ ബിൽട്ടപ്പ് കോളത്തിൻ്റെ ഡിസൈൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ബിൽട്ടപ്പ് കോളം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 4 or more അല്ലെങ്കിൽ മോർ ദാൻ 1 നമ്പർ ഓഫ് റെക്റ്റാങ്കുലർ പ്ലാങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ്, അതായത് സോളിഡ് കോളം ആയിരിക്കില്ല, ഒരു സിംഗിൾ പ്ലാങ്ക് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, ടിമ്പർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് മോർ ദാൻ 2 യൂണിറ്റ്സ്. സോ അങ്ങനെയുള്ള ടിമ്പർ കോളത്തിനെയാണ് ബിൽട്ടപ്പ് കോളം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ 4 കോളം യൂസ് ചെയ്തിട്ടാണ്, ഓക്കെ, 4 ടിമ്പേഴ്സ് യൂസ് ചെയ്താണ് ഈ ഒരു ബിൽട്ടപ്പ് കോളം ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഒരു ടിമ്പർ പ്ലാങ്ക്, ഓക്കെ, 250 mm 50 mm, ഇതൊരു ടിമ്പർ പ്ലാങ്ക്. ദെൻ ഇത് അടുത്ത ടിമ്പർ പ്ലാങ്ക് 250 mm ആൻഡ് 50 mm തിക്നെസ്, ഓക്കെ. അതേപോലെ നെക്സ്റ്റ് ടിമ്പർ പ്ലാങ്ക്, അതും 250 mm 50 mm. ദെൻ ഇവിടെ വേറൊരു ടിമ്പർ പ്ലാങ്ക്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് റെക്റ്റാങ്കുലർ, അതായത് മോർ ദാൻ 2 യൂണിറ്റ്സ് ഓഫ് റെക്റ്റാങ്കുലർ പ്ലാങ്ക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിൽട്ടപ്പ് കോളം എന്ന് പറയുന്നത്, ഓക്കെ, ബിൽട്ടപ്പ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽട്ടപ്പ് കോളത്തിൽ 2 ഡയമെൻഷൻസ് ആണുള്ളത്, D1 D2. അതായത് ഒരു കോർ പോർഷൻ ഉണ്ടാകും, ഓക്കെ. ഈ ഇന്നർ കോർ പോർഷൻ്റെ ഡയമെൻഷനാണ് D2, അതുപോലെ ഈ ഡയമെൻഷനാണ് D1. സോ D1 D2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ D1ൻ്റെ ഡയമെൻഷനും D2ൻ്റെ ഡയമെൻഷനും എഴുതുക. ദെൻ S/√D1² + D2², ഓക്കെ. ഇങ്ങനെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചെയ്യാം. A built-up salwood column consists of a solid core 200 mm by 200 mm. ഓക്കെ, അപ്പോൾ സോളിഡ് കോറിൻ്റെ ഡയമെൻഷൻ, ഈ ഡയമെൻഷനാണ് 200 by 200. ആൻഡ് 4 planks 250 mm by 50 mm. 250 mm വിഡ്ത്തും തിക്നെസ് 50 mm. ഓക്കെ, അങ്ങനെയുള്ള പ്ലാങ്ക്സ് ഉണ്ട്. ഓൾ പീസസ് ആർ ടുഗെദർ സ്പൈക്ഡ് ആസ് ഷോൺ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ എല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്തേക്കാണ്, ഓക്കെ. എന്തെങ്കിലും അഡ്ഹസീവ്സ് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തേക്കുന്നത്. ആൻഡ് ദീസ് പീസസ് ആർ ജോയിൻ ടുഗെദർ ആൻഡ് ദ എഫക്റ്റീവ് ലെങ്ത് ഇസ് 3 meter, ഓക്കെ. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ഇങ്ങനെ ബിൽട്ടപ്പ് കോളത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് ലെങ്ത് ആണ് 3 meter എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദി സേഫ് ലോഡ്. ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലോഡ് ഈസ് ഈക്വൽ ടു FC ഇൻറ്റു ഏരിയ. സോ FC ഇൻറ്റു ഏരിയ. ഇപ്പോൾ FC വാല്യൂ നമ്മൾ കോഡിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് അനുസരിച്ച് FC കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ എന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡ് ഡയമെൻഷനാണ്. ദറ്റ് ഈസ് ഔട്ട്സൈഡ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 250 പ്ലസ് ഈ ഒരു 50 കൂടെ വരും, ഓക്കെ. സോ 300 ആൻഡ് ഇവിടെ അതുപോലെ തന്നെ 250 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് 300. അതാണ് ഔട്ട്സൈഡ് ഡയമെൻഷൻ, ഓക്കെ. അപ്പോൾ FC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഏത് സ്ലെൻഡർനെസ് റേഷ്യോ നോക്കണം, ഓക്കെ. സോ S/√D1² + D2². D1 D2 വാല്യൂസ് നമുക്കറിയാം. D1 എന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡ് ഡിസ്റ്റൻസ് ആണ് D1, ഓക്കെ. ടോട്ടൽ ഡിസ്റ്റൻസ് ദറ്റ് ഈസ് 250 പ്ലസ് 50 300 എന്ന് വരും. ആൻഡ് ഇൻസൈഡ് ഡിസ്റ്റൻസ് ആണ് D2 വിച്ച് ഇസ് 200 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 300 പ്ലസ് 200² ആൻഡ് 8.3 എന്ന് വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 8. സോ K9 കാൽക്കുലേറ്റ് ചെയ്യുക. K9ൻ്റെ ഈ ഇക്വേഷൻ പേജ് 2ൽ തന്നിട്ടുണ്ട്, ഓക്കെ. സോ K9 കാൽക്കുലേറ്റ് ചെയ്യുക. π/2 ഇൻറ്റു √u ഇൻറ്റു E ബൈ 5Q FCP. സോ പ്ലാങ്ക് തിക്നെസ് 50 ആണെങ്കിൽ U/Q വാല്യൂസ് നമുക്ക് ക്ലോസ് 7.6.2.5 നിന്ന് കിട്ടും, ഓക്കെ. ആൻഡ് ഫോർ സാൽവുഡ് FCP വാല്യൂ, അതായത് കംപ്രഷൻ പെർപെൻഡിക്കുലർ
കംപ്രഷൻ വാല്യൂസ് കിട്ടും 10.6 ആൻഡ് E is equal to 126.7 into 10 square Newton per mm square. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പേജ് 5 നിന്ന് കിട്ടും. സോ K9ൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18.812 എന്ന് കിട്ടും. ഓക്കെ, സീ വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ. അതായത് π/2u into E, U value 0.6, E value 126, okay, 0.7 into 10 raised to 2 and divided by 5 into Q value 1 ആണ്, 5 into 1 into, okay, then 18.812, അപ്പോൾ 8നും 18.812നുമാണ് ഇടയിലാണ് നമുക്ക് വാല്യൂസ് കിട്ടിയത്. 8.3 എന്ന വാല്യൂ കിട്ടിയത്. സോ ഇറ്റ് ഇസ് എൻ ഇൻ്റർമീഡിയറ്റ് കോളം. ഇൻ്റർമീഡിയറ്റ് കോളത്തിൻ്റെ FC വാല്യൂ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ FC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. Q into FCP 1 minus 1 by 3 S by K9 root D1 square plus D2 square the whole raised to 4. 10.66 എന്ന് കിട്ടും. FC വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഏരിയ ഔട്ടർ ഡയമെൻഷൻസ് ആണ് 300 into 300. ഓക്കെ, സോ അങ്ങനെയാണ് സേഫ് ലോഡ് കിട്ടുന്നത്. അപ്പോൾ സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള, സേഫ് ലോഡ് കാൽക്കുലേഷൻ അല്ല, ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസൈൻ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഏരിയ എന്ന് പറയുമ്പോൾ 2 ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ബിൽട്ടപ്പ് കോളത്തിൽ 2 ഡയമെൻഷൻസ് ഉണ്ട്, D1ഉം D2ഉം. ആദ്യം D2 അസ്യൂം ചെയ്യുക. ഓക്കെ, D2 എപ്പോഴും ഒരു 200-250 റേഞ്ചിലൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യുക. 50യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്യുക. സോ D2 വാല്യൂ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് D1 അൺനോൺ ആയിട്ടിരിക്കും. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യനിൽ 3.6 ഇഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്, ബിൽട്ടപ്പ് കോളമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് D1 മാത്രമാണ്. എസിൻ്റെ വാല്യൂ 3.6, ഇത് 8. ഓക്കെ, സോ ഇവിടെ നിന്ന് ആൻഡ് ഇത് D2 നമ്മൾ അസ്യൂം ചെയ്തു 250 എന്ന്. സോ അത് വെച്ചിട്ട് D1 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ D1 374 എന്ന് കിട്ടും. അത് നമുക്ക് 400 mm ആക്കാം. ഓക്കെ, എപ്പോഴും ഒരു 50യുടെ മൾട്ടിപ്പിൾസിൽ എടുക്കുക. സോ D1 400 എന്ന് കിട്ടും. സോ S by root of D1 square plus D2 square അത് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക ഈ 2 വാല്യൂസും വെച്ച്. സോ 7.63, അതായത് 8നേക്കാളും ലെസ്സറാണ്. അതുകൊണ്ട് ഇത് ഷോർട്ട് കോളമായിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ ഷോർട്ട് കോളത്തിൻ്റെ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ FC ഈസ് ഈക്വൽ ടു Q ഇൻറ്റു FCP. സാൽവുഡിൻ്റെ FCP വാല്യൂ 10.6, പ്ലാങ്ക് 50 ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ FC ഈസ് ഈക്വൽ ടു Q FCP. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കോഡിൽ നിന്നാണ് കിട്ടുന്നത്. സോ FC ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 10.6, Qൻ്റെ വാല്യൂ 1, സോ 1 ഇൻറ്റു 10.6. FC വാല്യൂ കിട്ടി. ഓക്കെ, സോ നമുക്ക് FC വാല്യൂ ഓൾറെഡി ഡയമെൻഷൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, D1ഉം D2 എന്ന് കിട്ടി. ഇനി നമുക്കത് ചെക്ക് ചെയ്യണം, ഈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആയിട്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈസ് 10.6 ഇൻറ്റു 400. ഓക്കെ, ഒരു സൈഡിൽ ഡയമെൻഷൻ 400. ഈ ഒരു സൈഡിലെ ഡയമെൻഷനും 400 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടെ 250 തന്നിട്ടുണ്ട്, 250 പ്ലസ് 50 പ്ലസ് 50. ഓക്കെ, സോ അത് 300 എന്ന് എടുക്കാം, 350 എന്ന് എടുക്കാം.
So 400 into 350. So it is safe. Okay. Is it clear? സോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഈ ഒരു ഓരോ ടൈപ്പ് കോളത്തിലും എങ്ങനെയാണ് ആദ്യം ഏതാണ് അസ്യൂം ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. എല്ലാം സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക.